ഈ കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ഇ ഡി വീണ്ടും സമൻസ് അയച്ചിട്ടും മുൻ ധനമന്ത്രി തോമസ് ഐസക് അതിനു മുമ്പിൽ ഹാജരാകാത്തതിൽ മാതൃഭൂമിക്ക് ഭയങ്കര വിഷമമാണ്, ഭയങ്കര സങ്കടമാണ്. ആ സങ്കടം ഇങ്ങനെ കരഞ്ഞു തീർക്കുന്ന ഒരു സ്റ്റോറി വന്നിട്ടുണ്ട് മാതൃഭൂമിയിൽ. അതായത് മസാല ബോണ്ട് എടുക്കാൻ, വിദേശ പണം സ്വരൂപിക്കാനുള്ള മസാല ബോണ്ടിന്റെ തീരുമാനം തോമസ് ഐസക്കിന്റെ നിർബന്ധം മൂലമാണ്. മറ്റുള്ള ബോർഡിലെ കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡിലെ മറ്റുള്ളവർ അതിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഐസക്കാണ് മസാല ബോണ്ട് സ്വീകരിക്കാൻ മുൻകൈ എടുത്തത്. അതിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് ഇ ഡി കുറെ ലീക്ക് നടത്തിയിട്ടുണ്ട്. ലീക്ക് കാരണം ഐസക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു, തോമസ് ഐസക്ക് ഇ ഡിയുടെ മുന്നിൽ പോകുന്ന പ്രശ്നമില്ല, ഒന്നും ബോധിപ്പിക്കാനില്ല, ഞാൻ ഭയപ്പെടുന്നുമില്ല, ഇനി പോകണമെങ്കിൽ കോടതി പറഞ്ഞാൽ ഞാൻ പോകും, അല്ലാതെ പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിലപാട് ഐസക്ക് വ്യക്തമാക്കി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതാണ്, അത് ഒന്നുകൂടി ആവർത്തിക്കുക. എന്താണ് നിലപാട്? ഒന്ന്, ഇ ഡിക്ക് ഫെമ വയലേഷൻ മാത്രം അന്വേഷിക്കാനുള്ള അധികാരമേ ഉള്ളൂ. അതായത് കള്ളപ്പണം വെളുപ്പിച്ചോ ഫെമ വയലേഷൻ ലംഘിച്ചിട്ടുണ്ടോ അത് അന്വേഷിക്കാൻ മാത്രമേ ഇ ഡിക്ക് അധികാരമുള്ളൂ. വേറെ ഒരു ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ഇ ഡിക്ക് അധികാരമില്ല. അതൊന്ന്. രണ്ട്, കിഫ്ബി മസാല ബോണ്ട് വാങ്ങിയത്, ഫണ്ട് സ്വരൂപിച്ചത് നിയമപ്രകാരം, രാജ്യത്തെ നിയമപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടുകൂടിയാണ്. പിന്നെന്തേ ഇതിൻ്റെ അത് നിയമപ്രശ്നം, നിയമവിരുദ്ധം എന്തുണ്ട്? അത് ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു. ഇ ഡിയുടെ മുന്നിൽ ആ രേഖകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ, ഹൈക്കോടതിയിൽ അത് കൊടുത്തു കഴിഞ്ഞു. ഹൈക്കോടതി അന്ന് പറഞ്ഞു മേലാലിനി ഇത്തരം സമൻസ് അയക്കരുത് എന്ന് അന്ന് ഇ ഡിക്ക് വാണിംഗ് കൊടുത്തു കോടതി, തോമസ് ഐസക്കിന്റെ കേസിൽ. അപ്പോഴാണ് ഇ ഡി അന്ന് കൊടുത്ത ഫസ്റ്റ് സമൻസിൽ എന്താ ഇ ഡി പറഞ്ഞത്? തോമസ് ഐസക്കിന്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം, സ്വകാര്യ സ്വത്തുവിവരങ്ങൾ വേണം, കുടുംബങ്ങളുടെ സ്വത്തുവിവരം വേണം. എടാ, കിഫ്ബിയുടെ ഒരു കാര്യം അന്വേഷിക്കാൻ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത്? അദ്ദേഹം ധനമന്ത്രി, മുൻ സർക്കാരിൽ, പിണറായി ഒന്നാം സർക്കാരിൽ ധനമന്ത്രി എന്ന കപ്പാസിറ്റിയിലാണ് അദ്ദേഹം കിഫ്ബിയുടെ വൈസ് ചെയർമാനാവുന്നത്. ചെയർമാൻ മുഖ്യമന്ത്രി CM പിണറായി വിജയൻ, വൈസ് ചെയർമാൻ ധനമന്ത്രി തോമസ് ഐസക്. പിന്നെ അതിന് സെക്രട്ടറി ഉണ്ട്. പിന്നെ ചില IAS ഉദ്യോഗസ്ഥർ, KM എബ്രഹാമിനെ പോലെ സെക്രട്ടറി, അല്ലെങ്കിൽ അതിന്റെ CEO പദവിയിലിരിക്കുന്ന ആള്, വേറെ ചില സംസ്ഥാനത്തെ ഏറ്റവും IAS കേഡറിലെ ഉദ്യോഗസ്ഥർ, സീനിയർ. ഇങ്ങനെയുള്ള 4-5 പേരുടെ ഒരു ബോർഡാണ് കിഫ്ബി ബോർഡ് എന്ന് പറയുന്നത്. അവിടെ ചർച്ച ചെയ്യുന്ന മിനിറ്റ്സിൽ പിന്നെ ചില ഉദ്യോഗസ്ഥർ പറയുന്നു, അല്ലെ KM എബ്രഹാം പറയുന്നു, നമ്മൾ പൊതുവിപണിയിൽ നിന്ന് ഇങ്ങനെ കടമെടുക്കുമ്പോൾ ഇപ്പൊ ഈ മസാല ബോണ്ടിന് ലണ്ടനിൽ നിന്ന് എടുക്കുമ്പോൾ അതിന് പലിശ 10% മുകളിൽ വരുന്നുണ്ട്. അത് ലോങ് ടൈമിൽ നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ ചർച്ചയിൽ വരുന്ന സംശയങ്ങളും വാദഗതികളുമാണ്. തീരുമാനം ഫൈനലാണ്. ഇവിടുന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ട് എന്താണ് പറയുന്നത്? കിഫ്ബിക്കെതിരെ ഇ ഡി ലീക്ക് ചെയ്തതിലെ വിവരങ്ങളാണ്. ഐസക്ക് പ്രത്യേക താല്പര്യം കാണിച്ചു ഇത് മസാല ബോണ്ട് സ്വരൂപിക്കാൻ. 2150 കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ബോണ്ട് എന്ന് പറയുന്നത് 2150 കോടിയുടെ 2150 കോടി കൃത്യമായിട്ട് 2150 കോടിയാണ് മസാല ബോണ്ട് വഴി കിഫ്ബി സ്വരൂപിച്ച ഫണ്ട് എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ ഇതുവരെ ചെലവഴിച്ചത് 80,000 കോടി രൂപയാണ് കിഫ്ബി വഴി കേരളത്തിലെ വികസനത്തിന് ചെലവഴിച്ചത്. ആലോചിക്കണം. സ്കൂള്, ആശുപത്രികള്, റോഡ്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, വ്യവസായത്തിനുള്ള സഹായം, ഇങ്ങനെ തുടങ്ങി വിവിധ പദ്ധതികൾക്ക്, വികസന പദ്ധതികൾക്കായിട്ട് 80,000 കോടി രൂപയാണ് കിഫ്ബി ചെലവഴിച്ച് തീർത്തതും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതുമായുള്ള മൊത്തം തുകയാണ്. പല പദ്ധതികളും പൂർത്തിയായി, ബാക്കി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ചെയ്യാത്ത കാര്യം, കേന്ദ്രം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഭൂമി പൊന്നുമലയ്ക്ക് ഏറ്റെടുത്ത് കൊടുത്തതിന് 5000-ലധികം കോടി രൂപ അതിന് ചെലവഴിച്ചതിൽ കിഫ്ബിയുടെ പങ്കുണ്ട്. ഇപ്പൊ അടുത്ത കൊല്ലം, ഈ വർഷം അവസാനം ദേശീയപാത യാഥാർത്ഥ്യമാവും. കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ നോൺ സ്റ്റോപ്പ്, ഒറ്റ സിഗ്നൽ പോലും ഇല്ലാതെ 7 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന പാത യാഥാർത്ഥ്യമാവുകയാണ്. അതിൻ്റെ അകത്ത് കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട്. കിഫ്ബി ആദ്യം ലക്ഷ്യം വെച്ചത് 50,000 കോടി രൂപയുടെ വികസനമാണ് 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ.
അതാണിപ്പോ 7.5 കൊല്ലം കൊണ്ട് 80,000 കോടിയായി മാറിയിരിക്കുന്നത്. ഇതിൽ മസാല ബോണ്ടിന്റെ പങ്ക് എന്ന് പറയുന്നത് വെറും 2,150 കോടി മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കാം. ഇതിനെയാണ് പെരുപ്പിച്ച് ED ഇപ്പൊ ഇലക്ഷൻ ED എന്ന് പറഞ്ഞാൽ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല. ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ ഇപ്പം നരേന്ദ്രമോദിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. മാർച്ച് ഏപ്രിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും. മെയ്യിൽ പുതിയ സർക്കാർ, കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരണം. അപ്പോ ഇലക്ഷൻ ഡ്യൂട്ടിയാണ് ഇപ്പൊ ED എന്ന് പറഞ്ഞാൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല. EDയുടെ ജോലി ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഇനി മുതൽ 2-3 മാസം ഓരോന്ന് വരുന്ന കണ്ടുകൊള്ളുക. BJPക്കും നരേന്ദ്രമോദിക്കും വേണ്ടി എങ്ങനെ വീട് പണിയെടുക്കാമെന്നുള്ളതാണ് ഇനി ഇലക്ഷൻ ഡ്യൂട്ടി എന്ന ED ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു സംശയം ഇക്കാര്യത്തിലില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഓരോരോ നോട്ടീസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മസാല ബോണ്ട് വഴി ഇങ്ങനെയാണ് സ്വരൂപിച്ചത്. സുപ്രീം കോടതി അംഗീകരിച്ചതാണ്. സുപ്രീം കോടതി ശരിവെച്ചു. അതുപോലെ റിസർവ് ബാങ്കിന്റെ അനുമതി ആവശ്യം ഉണ്ടായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഈ ബോണ്ട്, ഈ ഇത്രയും കോടി രൂപ മസാല ബോണ്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ്. വേറെ സ്ഥാപനങ്ങൾ എടുത്തിട്ടില്ല. NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, NTPC മസാല ബോണ്ട് വഴി വിദേശ വിപണിയിൽ നിന്ന് പണം സ്വരൂപിച്ചിട്ടുണ്ട്, കോടികൾ. അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഈ ദേശീയപാത പണിയുന്ന ഇപ്പൊ ഈ നമ്മൾ 5,000-ലധികം കോടി കൊടുത്തു, ബാക്കി കേന്ദ്രം ചെലവഴിക്കും എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പൊ ഈ കേരളത്തിലെ 6 വരിപ്പാതയ്ക്ക് വേണ്ടി പണം മുടക്കുന്നതിനകത്തൊക്കെ ഈ മസാല ബോണ്ടുണ്ട്, വിദേശ നിക്ഷേപമുണ്ട്, കടപ്പത്രം അവർ വാങ്ങിയിട്ട് തന്ന പൈസയുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് എന്താ വെള്ളരിക്കാൻ പറ്റണമാണോ ഇത്? നിങ്ങൾ എന്താണ് പറയുന്ന ED? മനസ്സിലാകുന്നില്ല. ഇത് ഏറ്റെടുക്കുന്ന മാപ്രകൾ എന്താ പറയുന്നത്? സത്യം നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടോ? ഞങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ NTPC, പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതേപോലെ ഇന്ത്യൻ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ബോർഡ് എന്ന് പറഞ്ഞാൽ റെയിൽപാതകൾ പണിയുന്നതിനും പുതിയ ലൈനുകൾ പണിയുന്നതിനും പഴയ ലൈനുകൾ വേഗത ആർജിക്കുന്നതിനും അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഹൈസ്പീഡ് ട്രെയിൻ വരുന്നതിനും ഒക്കെ ഈ റെയിൽവേയുടെ ഈ ഒരു അനുബന്ധ ഈ സ്ഥാപനം വിദേശത്തുനിന്ന് മസാല ബോണ്ട് വഴി കടമെടുക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ. ഈ കടമെടുക്കുന്ന പൈസയിൽ നിന്നുമാണ് വന്ദേ ഭാരത് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ യാത്രക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് മാത്രമല്ല, കടമെടുപ്പ് എല്ലായിടത്തും ഉണ്ട് വികസനത്തിന്. അതൊരു അബദ്ധമൊന്നുമല്ല. പലിശ കൂടിയ വായ്പ ചിലപ്പോൾ എടുക്കേണ്ടി വരും, ചിലപ്പോൾ പലിശ കുറഞ്ഞ വായ്പ എടുക്കേണ്ടി വരും. അത് ലഭ്യത അനുസരിച്ചാണ് തീരുമാനിക്കുക. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് എടുക്കാം, റെയിൽവേ കൺസ്ട്രക്ഷൻ പിന്നെ ഈ ബോർഡിനെടുക്കാം, ഇൻഫ്രാസ്ട്രക്ചർ ബോർഡിനെടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. NTPCക്ക് എടുക്കാം. കേരള സർക്കാർ മസാല ബോണ്ട് എടുക്കരുത്. ഇത് എന്ത് ന്യായം, എന്ത് നീതി? ഇവിടെ എന്താ നിയമലംഘനം ഉള്ളത്? റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടല്ലേ എടുത്തത്. പിന്നെ എന്താ ഇനി EDക്ക് അറിയേണ്ടത് എന്താണ്? ആടിനെ പട്ടിയാക്കുക. എന്നിട്ട് ഇലക്ഷൻ വന്നപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിങ്ങൾ നന്നായിട്ട് പണിയെടുക്ക്. നിങ്ങളെ ഇതുപോലെ ഞങ്ങൾ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത നോട്ടീസ് അയക്കുക തോമസ് ഐസക്കിന്, കിഫ്ബിക്ക് അടുത്ത നോട്ടീസ് അയക്കുക. അപ്പൊ അതിന്റെ മറുപടി പിന്നെ വരും. ഇത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാന്ന് വിചാരിക്കരുത്. അത്രയേ ഉള്ളൂ ഇക്കാര്യത്തില്. കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോ കിഫ്ബി കേരളത്തിന്റെ, ഞങ്ങൾ വീണ്ടും പറയുന്നു, നേരത്തെ പറയുന്ന ഒരു വാചകമാണ്, അത് നമ്മൾ മറന്നുപോകരുത്. കേരളത്തിൽ നടക്കുന്ന വികസനങ്ങൾ ഇപ്പൊ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. സ്കൂള്, ആശുപത്രികൾ, റോഡ്, പാലം, അങ്ങനെ പല പദ്ധതികൾ, ദേശീയപാത നവീകരണം, ഇതിനെല്ലാം പിന്നിൽ കിഫ്ബി സമാഹരിക്കുന്ന കോടിക്കണക്കിന് രൂപയാണ് വിനിയോഗിക്കുന്നത്. ആ കിഫ്ബിയെ ഞെക്കിക്കൊന്നാൽ കേരളത്തിന്റെ വികസനം ഞെക്കിക്കൊല്ലാം എന്ന് വിചാരിക്കുന്ന കുറെ കുൽസിത ശക്തികൾ ഈ രാജ്യത്തുണ്ട്. ഒന്ന് കേരളത്തിലെ പ്രതിപക്ഷം, VD സതീശൻ ഉൾപ്പെടെ, K സുധാകരൻ ഉൾപ്പെടെ, ഇവിടുത്തെ BJP നേതൃത്വം, കേരളത്തിലെ BJP നേതാക്കൾ, അതേപോലെ ED, കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സർക്കാർ, ഇവരെല്ലാം കൂടെ കടന്നാക്രമിക്കുകയാണ് കേരളത്തെ ഞെക്കിക്കൊല്ലണം. ഇതെവിടെ അനുവദിക്കത്തില്ല. കേരളം ഇങ്ങനെ വികസിക്കാൻ പാടില്ല. ഇനി അടുത്ത 2.5 കൊല്ലം കൂടെ പിണറായി ഗവൺമെന്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇനി തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല. കേരളത്തിലൊന്നും ഞങ്ങൾക്ക് ഒരു ഫൂട്ടിങ് നമുക്ക് ഉണ്ടാവത്തില്ല, ഒരു സ്വാധീനം ഉണ്ടാവത്തില്ല.
ജനങ്ങൾ വീണ്ടും LDF-നെ തിരഞ്ഞെടുക്കും. ഇതൊക്കെ പേടിച്ചിട്ട് ഇപ്പം എന്താ സ്ഥിതി? ഒറ്റ അജണ്ടയുള്ളൂ ഇവർക്കെല്ലാം. പിണറായി വിജയനെയും കുടുംബത്തെയും നാണം കെടുത്തിയെങ്കിലും LDF മൂന്നാമതും അധികാരത്തിൽ വരുന്നത് തടയുക. ഒറ്റ ഗൂഢലക്ഷ്യമുണ്ട്. ഈ മാപ്രകള് ED, VD സതീശൻ, K സുധാകരൻ, BJP എല്ലാം കൂടെ ഒത്തൊരുമിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്. നമ്മൾ പറഞ്ഞൊന്നും ഇതുവരെ അങ്ങോട്ട് ഏശുന്നില്ല. ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി കേരളത്തിൽ വൻ വികസനമാണ് നടക്കുന്നത്. ഇനി ഒറ്റ വഴിയുള്ള അവസാനത്തെ ആയുധമാണ് പിണറായി കുടുംബത്തെ തെരുവിലിട്ട് ഇങ്ങനെ അലക്കുക, പരമാവധി നാണം കെടുത്തുക. അതുവഴിയെങ്കിലും 10 വോട്ട് മറിച്ച് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കുക. ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇനി ഉള്ള 2.5 വർഷം അതിൻ്റെ കേളികൊട്ടാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ എഴുതി ഒപ്പിട്ട് തരാം, കണ്ടുകൊള്ളുക എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് മാപ്രകളും ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു വലിയ സിൻഡിക്കേറ്റാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഒറ്റ ലക്ഷ്യമുള്ളൂ, ടാർഗറ്റ് പിണറായി ആൻഡ് ഫാമിലി. താറടിക്കുക, നാണം കെടുത്തുക പരമാവധി. അത്രയുള്ളൂ.